ചിന്തിച്ച് എന്ത് ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിന്തിക്കുന്നതിന്റെ ഒരു വ്യാപ്തി എന്താന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ എൻ്റെ കുറേ പാസ്റ്റും കാര്യങ്ങളൊക്കെ ലൈഫ് ഇങ്ങനെ ജേണിയൊക്കെ ഇങ്ങനെ ആലോചിക്കും. എനിക്കിഷ്ടം അത് ആലോചിക്കുമ്പോൾ. ഇപ്പം ആലോചിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ എന്ന് ആലോചിക്കുന്ന ഒരു സന്തോഷമില്ലേ, കിക്ക് കിട്ടും. അത് ശരിക്കും അങ്ങനെയാണല്ലേ? നമ്മൾ പണ്ട് കഴിഞ്ഞു പോയതോ ഇതൊക്കെ ഇത്ര ഉണ്ടായിരുന്നു, നമ്മൾ അന്നും ദൂരം ടെൻഷൻ അടിച്ചു. ഞാൻ 5 വർഷം മുമ്പ് ആലോചിച്ച് വിഷമിച്ചിരുന്ന ഒരു കാര്യം ഇന്നാലോചിക്കുമ്പോൾ അയ്യോ എന്ന് പറയുന്ന സംഭവം ഭയങ്കര കിക്കാ. അതുകൊണ്ടാണ് ഇന്നൊരു വിഷമം വരുമ്പോൾ ഇത് നാളത്തേക്കുള്ള കോമഡിയാണ്. സോ അത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രസമുള്ള പരിപാടിയാണ്. അങ്ങനെയൊക്കെ ഇരുന്ന് ചിന്തിക്കും. എനിക്ക് ഇഷ്ടം അതൊക്കെ. ഈ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ചിന്താഗതിയാണ് കാഴ്ചപ്പാടിൽ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഫോട്ടോയിൽ ഒരാൾ കമന്റ് ഇട്ടാന്ന് തോന്നുന്നു, അത് കേട്ടിട്ടുണ്ടാവും. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അന്ന് വഴക്കുണ്ടാക്കിയ കാര്യങ്ങളെല്ലാം പിന്നീട് ഓർക്കുമ്പോൾ ചിരിക്കും. അന്ന് ചിരിച്ചതെല്ലാം നമ്മൾ പിന്നീട് ഓർക്കുമ്പോൾ കരയുമെന്ന് പറഞ്ഞ പോലെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ചിന്താഗതികൾ മാറുന്നതായിരിക്കും. പക്ഷെ എന്നും പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കില്ല. ഇല്ല, ടെൻഷൻ അടിക്കണം. ടെൻഷൻ വരുമ്പോൾ അതിലിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഓടിപ്പോകരുത് അതിന്ന്. ആ ടെൻഷൻ അടിച്ചങ്ങ് തീർക്കണം. പിന്നെ അത് കാണുമ്പോൾ ഭയങ്കര നമ്മളെ ഏൽക്കില്ല. നമ്മൾ പറയില്ല ഒരു കാര്യം ചിന്തിക്കരുതെന്ന് പറയുമ്പോൾ അത് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പോൾ സദ്ഗുരു ഒക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഒരു മങ്കി എന്നുള്ളൊരു വേർഡ് നിങ്ങളൊരു കുരങ്ങനെ കുറിച്ച് ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കുരങ്ങനെ കുറിച്ച്